ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അച്ഛൻ അതറിയില്ലേ? ഞാൻ താലി കിട്ടിയത് രാധികയാണെന്നും ജീവിക്കേണ്ടി വന്നത് പ്രിയങ്കയ്ക്കൊപ്പമായിരുന്നെന്നും അച്ഛൻ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? തടയാനാണോ ഉദ്ദേശം? ഓട്ടി ഇറക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. എന്തെങ്കിലും ഒന്ന് കടുപ്പിച്ച് പറഞ്ഞ ആ വഴി ഞാൻ അങ്ങ് പൊക്കോളെന്ന് കരുതുന്നുണ്ടോ? എന്നാലേ അത് തെറ്റാ. കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. എന്താ അമ്മേ, എന്താ പ്രശ്നം? സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു വന്നിരിക്കുകയാണത്രേ. അകത്തേക്ക് വിളിച്ചോണ്ട് പോ. എന്നിട്ട് ദേവന്റെ മുമ്പിൽ നിർത്തി എല്ലാം പറയിപ്പിക്ക്. അവനെ എല്ലാരും കൂടി അങ്ങ് കൊന്നു തിന്ന്. മോനെ, അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ല. അച്ഛനെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഞാൻ താങ്ങുന്നില്ലേ അമ്മേ? രാധിക താങ്ങുന്നില്ലേ? ഒളിഞ്ഞും മറഞ്ഞും നിങ്ങൾ രണ്ടുപേര് പറയുന്ന ആക്ഷേപങ്ങള് ഞങ്ങൾ രണ്ടുപേരും തലേ ചുമക്കുന്നില്ലേ? ഇതിനൊരു അവസാനം വേണ്ടേ അമ്മേ? ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു അർത്ഥം വേണ്ടേ? ഇതൊക്കെ പിന്നെ എവിടെ ചെന്ന് ആരോടാ പറയേണ്ടത്? യശോദേ, ചൂലെടുത്തോണ്ട് വന്ന് അടിച്ചിറക്കാ വേണ്ടത്. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നേ? ആരുടെ മുഖത്ത് നോക്കിയാ ഈ പറയുന്നേ? പോട്ടെ മോനെ, മുത്തശ്ശി മോനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവരെന്നോട് ഇനി എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ലമ്മേ. കാരണം കഥകൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയ കാലം മുതലേ അതിലൊക്കെ ഇങ്ങനെയുള്ളൊരു കടൽ കിഴവിയോ കളവനോ ഉണ്ടായിരുന്നു. എല്ലാം നിയന്ത്രിക്കാൻ, എല്ലാരെയും തമ്മി തല്ലിക്കാൻ. ഇവിടെയും ഇവരതിന് തന്നെ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്ക് ജീവിച്ചേ പറ്റൂ. എന്റെ രാധികയ്ക്ക് ജീവിച്ചേ പറ്റൂ. അതിന് അച്ഛന്റെ മുമ്പിൽ എനിക്കിതൊക്കെ പറയാതെ പറ്റില്ല. അമ്മ മാറ. മോനെ, അമ്മേ, ഹലോ മുത്തശ്ശി. മോളെ, ഇവിടെ ആകെ കുഴപ്പമായിടി. വരുൺ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനോട് സത്യങ്ങളൊക്കെ പറയാൻ പോകുന്നു എന്നാവും പറഞ്ഞത്. മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് എത്താറായി. വരുൺ വരുന്ന കണ്ട് സംശയം തോന്നിയിട്ടാ ഞാൻ വരുന്നത്. നീ പെട്ടെന്ന് വാ. ആ, നീ വരാം. ചേട്ടാ, ഒന്ന് വേഗം പോയിക്കേ. അച്ഛാ, മോനെ, അച്ഛാ, മോനെപ്പോ വന്നു? ഈ താലി അച്ഛന് പരിചയമുണ്ടോ? ഉണ്ടോ അച്ഛാ? അത് പിന്നെ ഒരേപോലത്തെ താലികൾ എത്ര എണ്ണം ഉണ്ട്? അതിൽ ഒരെണ്ണം കാണിച്ചിട്ട് അറിയാമെന്നൊക്കെ ചോദിച്ചാ
അച്ഛനിത് അറിയും. ഇത് പ്രിയങ്കയുടെ താലിയല്ലേ? ഇത് എന്തിനാ അയച്ചെടുത്തത്? അത് പാടില്ല, പാടില്ല. ആ, ഈ താലി കഴുത്തിലിടാൻ പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ അച്ഛാ? നിങ്ങൾ എല്ലാവരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ചതിക്കുന്നേ? ചതിച്ചെന്ന്? എന്തിനാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നത്? മോനെ, മോൻ എന്തൊക്കെയായി പറയുന്നത്? എന്റെ രാധിക എവിടെ? ഞാൻ കഴുത്തിൽ താലി കെട്ടി എന്റെ പെണ്ണ് എവിടെയെന്ന്? എന്താ എന്നാ മോൻ പറഞ്ഞു? മോൻ താലി കെട്ടിയ പെണ്ണ് രാധികയാണെന്നോ? എന്താ അച്ഛൻ അതറിയില്ലേ? ഞാൻ താലി കിട്ടിയത് രാധികയാണെന്നും ജീവിക്കേണ്ടി വന്നത് പ്രിയങ്കയ്ക്കൊപ്പമായിരുന്നെന്നും അച്ഛൻ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എന്താമ്മേ, ഈ രഹസ്യം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ലെന്നാണോ? അച്ഛൻ പോലും അറിയാതെ ഈ കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിയുടെ തലേന്ന് ഉദിച്ച ബുദ്ധി തന്നെ ആയിരിക്കും. ഇവൻ എന്തൊക്കെയാ ദേവാ ഈ വിളിച്ചു പറയുന്നേ? ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത്? മിണ്ടിപ്പോരുത്. ഭ്രാന്തോ? ഞാൻ രാധികയെ സ്നേഹിച്ചിരുന്നു എന്നത് ഭ്രാന്താണോ? വിവാഹാലോചന നടത്താൻ വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് അയച്ചത് രാധികയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഭ്രാന്തായിരുന്നോ? വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കയ്ക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും ഭ്രാന്തായിരുന്നോ? പറയാ മുത്തശ്ശി അങ്ങോട്ട്. അമ്മേ, അമ്മ ഇത് നിഷേധിക്കുന്നുണ്ടോ? പറയാമ്മ അങ്ങോട്ട്. യശോദേ, വരുൺ പറയുന്നത് വാസ്തവാണോ? സത്യമാണോ എന്ന്? ദേവ, ആദ്യം ഇവനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ. ബാക്കി നമുക്ക് സംസാരിക്കാം. വേണ്ട,